ഹലോ ഫ്രണ്ട്സ്, കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളിൽ പാവകൾക്ക് എന്നും ടോപ്പ് പ്രയോറിറ്റിയാണ് ലഭിക്കുന്നത്. പക്ഷേ കുട്ടികളെ പോലെ മുതിർന്നവരുടെ ഇടയിലും പാവകൾക്ക് വലിയ ആരാധക വൃന്ദമുണ്ട്. ബാർബി, ടെഡി ബിയർ തുടങ്ങിയ പാവകളൊക്കെ ലോക പ്രശസ്ത പാവകളായിട്ട് മാറിയത് അതുകൊണ്ട് തന്നെയാണ് അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയോ ഈ പാവകളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന്? എന്തായാലും നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്നത് പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല കേട്ടോ ഈ പാവ നിർമ്മിക്കുക എന്നത്. അപ്പോൾ ഇന്ന് ഫാക്ടറി ടിവിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പാവകൾ എങ്ങനെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊരു വസ്തുവും നിർമ്മിക്കുവാൻ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇല്ലാതെ പറ്റുകയില്ല. പാവകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാവ നിർമ്മിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് 3 തരം വസ്തുക്കളാണ്: പ്ലാസ്റ്റിക്, വിനൈൽ, പോർസിലൈൻ എന്നിവയാണ് അവ. പാവകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള വസ്തുക്കളിലൊന്നാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് പ്ലാസ്റ്റിക് പാവ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വിവിധ ആകൃതികളിൽ രൂപപ്പെടുത്താവുന്നതും മോടിയുള്ളതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള പാവകൾ നിർമ്മിക്കാമെന്നതാണ്. പ്ലാസ്റ്റിക് പാവകളെ നിർമ്മിക്കുന്നതിനുള്ള ഒരു സാധാരണ രീതിയാണ് ഇൻജെക്ഷൻ മോൾഡിങ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന പാവകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത്തരം പാവകളുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് വിനൈൽ എന്ന അസംസ്കൃത വസ്തുവാണ്. എഥിലീൻ, ക്ലോറിൻ എന്നിവയിൽ നിന്ന് ഊരിത്തിരിഞ്ഞ ഒരു തരം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വിനൈൽ എന്ന് പറയുന്നത്. പരമ്പരാഗത പ്ലാസ്റ്റിക് പാവകളെ അപേക്ഷിച്ച് വിനൈൽ നിർമ്മിതമായിട്ടുള്ള പാവകൾ മൃദുവും ഫ്ലെക്സിബിളും ആയിരിക്കും. ഇഞ്ചക്ഷൻ മോൾഡിംഗ് രീതി തന്നെയാണ് വിനൈൽ പാവകൾ നിർമ്മിക്കുവാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്നത് മനോഹരമായിട്ടുള്ള പാവകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പോർസിലൈൻ എന്ന അസംസ്കൃത വസ്തു ഉപയോഗിച്ചിട്ടാണ് ഇത്തരം മൺപാവകളെ നിർമ്മിക്കുന്നത്. എന്താണ് പോർസിലൈൻ പറയാം. മിനുസമാർന്നതും അതിലോലവുമായിട്ടുള്ള ഘടനയുള്ളതും അർദ്ധസുതാര്യമായതും വെള്ള അല്ലെങ്കിൽ ഓഫ് വൈറ്റ് നിറമുള്ളതുമായിട്ടുള്ള ഒരുതരം സെറാമിക് മെറ്റീരിയൽസ് ആണ് പോർസിലൈൻ. വളരെ ശുദ്ധീകരിച്ചതും വിട്രിഫൈ ചെയ്തതുമായിട്ടുള്ള കളിമണ്ണാണ് പോർസിലൈൻ. കയോലിൻ എന്നറിയപ്പെടുന്ന ഒരുതരം കളിമണ്ണിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫയറിംഗ് രീതിയിലാണ് പോർസിലൈൻ പാവകൾ സാധാരണയായിട്ട് നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് പാവകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഏതൊക്കെ സ്റ്റേജിലൂടെയൊക്കെയാണ് പാവകളുടെ ഫാക്ടറി പ്രോസസ്സിങ്ങിൽ ഉൾപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ആദ്യം പ്ലാസ്റ്റിക്, വിനൈൽ പാവകൾ നിർമ്മിക്കുന്ന ഇൻജെക്ഷൻ മോൾഡിംഗ് രീതിയിൽ ഏതൊക്കെ സ്റ്റേജുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇൻജെക്ഷൻ മോൾഡിംഗ് രീതിയിൽ 11 സ്റ്റേജുകളാണ് ആകെയുള്ളത്. സ്റ്റേജ് 1 ഡിസൈൻ ആൻഡ് കോൺസെപ്ച്വലൈസേഷൻ. പാവയുടെ രൂപം, വലിപ്പം, സവിശേഷതകൾ എന്നിവയ്ക്കായിട്ട് സ്കെച്ചുകളും ഡ്രോയിങ്ങുകളും വിശദമായ പ്ലാനിങ്ങുകളും ആർട്ടിസ്റ്റുകളും ഡിസൈനർമാരും ചേർന്ന് തയ്യാറാക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് പാവയുടെ ശൈലി, മുഖഭാവം, വസ്ത്രം, മുടി കൂടാതെ പാവയ്ക്ക് ഒപ്പം നൽകേണ്ട അധിക ആക്സസറീസ് എന്നിവയ്ക്ക് തീരുമാനിക്കുന്നത്. സ്റ്റേജ് 2 സ്കൾപ്റ്റിംഗ് ആൻഡ് പ്രോട്ടോടൈപ്പ്. ഡിസൈൻ സ്റ്റേജിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഉപയോഗിച്ച് കളിമണ്ണ്, മെഴുക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോൾഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു ത്രിമാന പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ പാവയുടെ മാതൃക ഉണ്ടാക്കുന്ന സ്റ്റേജാണിത്. മുഖത്തിൻ്റെ സവിശേഷതകൾ, ശരീര അനുപാതങ്ങൾ, പാവയുടെ ഏതെങ്കിലും തനതായിട്ടുള്ള വിശദാംശങ്ങൾ എന്നിവയുൾപ്പെടെ ആവശ്യമുള്ള രൂപം കൈവരിക്കുന്ന വിധത്തിലാണ് പ്രോട്ടോടൈപ്പ് സൂക്ഷ്മമായിട്ട് രൂപപ്പെടുത്തുന്നത്. സ്റ്റേജ് 3 മോൾഡ് മേക്കിംഗ്. പാവയുടെ പ്രോട്ടോടൈപ്പ് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് മോൾഡ് മേക്കിംഗ് ആണ്. പാവ നിർമ്മിക്കുവാനുള്ള മോൾഡുകൾ അഥവാ അച്ചുകൾ സാധാരണയായിട്ട് സിലിക്കൺ അല്ലെങ്കിൽ റബ്ബർ പോലെയുള്ള മോടിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. സ്റ്റേജ് 4 മെറ്റീരിയൽ പ്രിപ്പറേഷൻസ്. പാവ നിർമ്മിക്കുവാനുള്ള അസംസ്കൃത വസ്തു തയ്യാറാക്കുന്ന സ്റ്റേജാണിത്. പാവ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന PVC ഗ്രാനൂൾസ്, പെല്ലറ്റ്സ്, പ്ലാസ്റ്റിക് സംയുക്തങ്ങൾ എന്നിവ ചൂടാക്കി ഉരുക്കിയെടുക്കുന്നതാണ് ഈ സ്റ്റേജ്. സ്റ്റേജ് 5 ഇൻജെക്ഷൻ മോൾഡിങ്. ഉരുകി ദ്രാവകാവസ്ഥയായി മാറുന്നതുവരെ ചൂടാക്കിയ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉയർന്ന മർദ്ദം ചെലുത്തുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് അച്ചുകളിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. പാവയുടെ വിവിധ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അച്ചുകളിലേക്കാണ് ഇത്തരത്തിൽ ഉരുകിയ പ്ലാസ്റ്റിക് ദ്രാവകം ഇൻജക്ട് ചെയ്യുന്നത്. മോൾഡിന്റെ ഉള്ളിൽ നിറച്ച ദ്രാവക പ്ലാസ്റ്റിക് തണുത്തുറഞ്ഞ് സെറ്റായതിനു ശേഷം അവ മോൾഡുകളിൽ നിന്നും പുറത്തെടുക്കുന്നു. ഇങ്ങനെ പുറത്തെടുക്കുന്ന ഭാഗങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അവ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഫിനിഷിംഗ് പ്രക്രിയയും അതോടൊപ്പം നടക്കുന്നു. സ്റ്റേജ് 6 അസംബ്ലി. മോൾഡിങ്ങും ഫിനിഷിങ്ങും കഴിഞ്ഞ് ലഭിക്കുന്ന പാവയുടെ ഭാഗമാണ് ഒന്നിച്ച് ചേർക്കുന്ന സ്റ്റേജാണ് അസംബ്ലി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് പാവയുടെ യഥാർത്ഥ രൂപത്തിനോട് അടുത്ത് നിൽക്കുന്ന രൂപം ആദ്യമായിട്ട് പാവ കൈവരിക്കുന്നത്. സ്റ്റേജ് 7 പെയിന്റിംഗ് ആൻഡ് ഡീറ്റെയിലിംഗ്. പ്ലാസ്റ്റിക് പാവകളുടെ ഭാഗങ്ങൾ കൂടുതൽ ആകർഷകമാക്കുവാൻ പെയിന്റ് ചെയ്ത് മോടി കൂട്ടുന്ന സ്റ്റേജാണിത്. ഈ സ്റ്റേജിൽ തന്നെയാണ് പാവയുടെ കണ്ണുകള്, ചുണ്ടുകള്, മുടി എന്നിവ പാവയിൽ ഉറപ്പിക്കുന്നത്.
ഇനി സ്റ്റേജ് 8 വിഗിങ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്. പാവയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ അവയുടെ മുടിയുടെ ഭംഗി വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. സിന്തറ്റിക് വസ്തുക്കള്, യഥാർത്ഥ മനുഷ്യമുടി അല്ലെങ്കിൽ മറ്റ് അനുയോജ്യമായിട്ടുള്ള വസ്തുക്കൾ എന്നിവയാണ് പാവയുടെ മുടിയായിട്ട് ഉപയോഗിക്കുന്നത്. മുടി ഉറപ്പിച്ച ശേഷം ആ മുടി സ്റ്റൈൽ ചെയ്യുന്നതിന് ഹെയർ സ്റ്റൈലിസ്റ്റ് തന്നെ ഉണ്ടാകും കേട്ടോ ഫാക്ടറിയിൽ. പാവയ്ക്ക് ഡിസൈൻ സ്റ്റേജിൽ തീരുമാനിച്ച ഹെയർ സ്റ്റൈൽ ലഭിക്കുന്നതിനായിട്ട് കട്ടിങ്, കേളിംഗ്, കോമ്പിംഗ് എന്നിവയാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് ചെയ്യുന്നത്. സോ സ്റ്റേജ് 9 ക്ലോത്തിങ് ആൻഡ് ആക്സസറീസ്. പാവകളെ കൂടുതൽ ആകർഷകമാക്കുന്നതിൽ മുടിയെ പോലെ തന്നെ അവയുടെ വസ്ത്രവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ പാവകൾക്കുള്ള വസ്ത്രങ്ങളും ആക്സസറീസും തയ്യാറാക്കുകയും അവ പാവയ്ക്ക് ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഡിസൈൻ സ്റ്റേജിൽ തീരുമാനിക്കപ്പെട്ട വിധത്തിൽ പാവയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിധത്തിലുള്ള വസ്ത്രങ്ങളും ആക്സസറീസുമാണ് നിർമ്മിക്കുന്നത്. വസ്ത്രങ്ങൾ കൂടി ധരിപ്പിക്കുന്നതോടെ പാവയുടെ നിർമ്മാണം 99% പൂർത്തിയാകുന്നു. ഇനി സ്റ്റേജ് 10 ക്വാളിറ്റി കൺട്രോൾ. നിർമ്മാണം പൂർത്തിയായ പാവകളുടെ ക്വാളിറ്റി ഉറപ്പാക്കുവാനുള്ള പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. തീരുമാനിച്ചുറപ്പിച്ച ഡിസൈനിലാണ് പാവ നിർമ്മിക്കപ്പെടുന്നത് എന്ന് ഉറപ്പാകുന്നതോടെ അവസാന സ്റ്റേജിലേക്ക് പാവകൾ അയക്കപ്പെടുന്നു. ഇനി സ്റ്റേജ് 11 പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ക്വാളിറ്റി ചെക്കുകൾ പൂർത്തിയാക്കി വരുന്ന പാവകളെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്ത് വിതരണത്തിന് തയ്യാറാക്കുകയാണ് ഡോൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലെ അവസാനത്തെ സ്റ്റേജ്. മനോഹരമായിട്ട് പാക്ക് ചെയ്ത് തയ്യാറാക്കുന്ന പാവകൾ ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാകുന്നതോടെ ഡോളിന്റെ ഫാക്ടറി നിർമ്മാണം പൂർത്തിയാകുന്നു. ഇനി നമുക്ക് ഫയറിംഗ് മെത്തേഡ് ഉപയോഗിച്ച് പോർസിലൈൻ പാവകൾ നിർമ്മിക്കുന്ന സ്റ്റേജും കൂടി നോക്കാം. ഡിസൈൻ ആൻഡ് കോൺസെപ്ച്വലൈസേഷൻസ്, സ്കൾപ്റ്റിംഗ് ആൻഡ് പ്രോട്ടോടൈപ്പ്, മോൾഡ് മേക്കിംഗ് എന്നിവയാണ് ആദ്യ 3 സ്റ്റേജുകൾ. നിർമ്മിക്കേണ്ട പാവയുടെ ഡിസൈൻ തയ്യാറാക്കി അതിന്റെ പ്രോട്ടോടൈപ്പ് അഥവാ മാസ്റ്റർ ഡോൾ നിർമ്മിച്ച് ആ മാസ്റ്റർ ഡോളിന് അനുസൃതമായ മോൾഡുകൾ നിർമ്മിക്കുക എന്നീ പ്രക്രിയകളാണ് ആദ്യ 3 സ്റ്റേജുകളിൽ നടക്കുന്നത്. 4ാമത്തെ സ്റ്റേജ് പോർസിലൈൻ സ്ലിപ്പ് പ്രിപ്പറേഷൻസ് ആണ്. വെള്ളവും നന്നായിട്ട് പൊടിച്ചിട്ടുള്ള പോർസിലൈൻ കളിമണ്ണും ചേർന്നിട്ടുള്ള ഒരു ദ്രാവക മിശ്രിതമായിട്ടുള്ള പോർസിലൈൻ സ്ലിപ്പ് തയ്യാറാക്കുന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇതാണ് പാവ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങൾ കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പോർസിലൈൻ സ്ലിപ്പ് തയ്യാറാക്കുന്നത്. അടുത്ത സ്റ്റേജ് കാസ്റ്റിംഗ് ദി പാഡ്സ് ആണ്. ഈ സ്റ്റേജിൽ പോർസിലൈൻ സ്ലിപ്പ് അച്ചുകളിലേക്ക് ഒഴിക്കുന്നു. എല്ലാ പ്രതലങ്ങളിലും സ്ലിപ്പിന്റെ തുല്യമായിട്ടുള്ള പൂശൽ ഉറപ്പാക്കാൻ അച്ചുകൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ പലതവണ പോർസിലൈൻ സ്ലിപ്പ് മോൾഡിൽ പൂശുന്നത് ആവശ്യമായുള്ള കനത്തിൽ പാവയുടെ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് വരെ തുടരുന്നു. അതിനുശേഷം അതിനെ ഉണങ്ങാൻ അനുവദിക്കുന്നു. ഫയറിംഗ് ആണ് 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. പോർസിലൈൻ ഭാഗങ്ങൾ അച്ചുകളിൽ നിന്ന് ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുകയും ഫയറിങ്ങിന് വിധേയമാക്കുവാൻ ഒരു ചൂളയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പോർസിലൈൻ കഠിനമാക്കാനും പെയിന്റിംഗ് പ്രക്രിയയ്ക്ക് തയ്യാറാക്കാനുമുള്ള ഉയർന്ന താപനിലയിൽ ചെയ്യുന്ന ആദ്യ ഫയറിംഗ് അറിയപ്പെടുന്നത് ബിസ്ക് ഫയറിംഗ് എന്നാണ്. ബിസ്ക് ഫയറിങ്ങിന് ശേഷം പോർസിലൈൻ ഒരു മാറ്റ് ഫിനിഷിംഗ് കൈവരിക്കുന്നു. അടുത്ത സ്റ്റേജിൽ പാവയുടെ കണ്ണുകള്, ചുണ്ടുകള്, പുരുകങ്ങള്, ചർമ്മത്തിന്റെ നിറം എന്നിവ ഉൾപ്പെടെ സങ്കീർണമായിട്ടുള്ള വിശദാംശങ്ങൾ ചേർക്കാൻ വിദഗ്ധരായിട്ടുള്ള കലാകാരന്മാർ ഉയർന്ന നിലവാരമുള്ള പോർസിലൈൻ പെയിന്റുകൾ ഉപയോഗിച്ച് പാവയുടെ പെയിന്റിംഗ് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. റിയലിസ്റ്റിക് ലൈഫ് ലൈക്ക് ഫീച്ചറുകൾ എന്നിവ പോർസിലൈൻ പാവകൾക്ക് ലഭിക്കുന്നതിൽ ഈ പെയിന്റിംഗ് വലിയ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. 7ാമത്തെ സ്റ്റേജിൽ പെയിന്റിംഗ് പൂർത്തിയായ പോർസിലൈൻ ഭാഗങ്ങൾ 2ാം തവണ ഫയറിങ്ങിന് വിധേയമാകുന്നു. ചായം പൂശിയ പോർസിലൈൻ ഭാഗങ്ങൾ കുറഞ്ഞ താപനിലയിൽ 2ാം തവണയും ഫയറിങ്ങിന് വിധേയമാക്കുന്നതോടെ നിറങ്ങൾ കൂടുതൽ പ്രകടമാവുകയും ഭാഗങ്ങൾക്ക് ഗ്ലോസി ഫിനിഷിംഗ് ലഭിക്കുകയും ചെയ്യുന്നു. ഗ്ലേസ് ഫയറിംഗ് എന്നാണ് ഈ 2ാം ഘട്ട ഫയറിംഗ് അറിയപ്പെടുന്നത്. അതിനുശേഷം അസംബ്ലി, വിഗിംഗ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, ക്ലോത്തിങ് ആൻഡ് ആക്സസറീസ്, ക്വാളിറ്റി കൺട്രോൾ എന്നീ സ്റ്റേജുകളിലൂടെ കടന്നുപോയതിനു ശേഷം പാക്കിംഗ് പൂർത്തിയാക്കി ഡിസ്ട്രിബ്യൂഷന് പോർസിലൈൻ പാവകൾ തയ്യാറാകുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ് എന്ന് നിങ്ങൾ ഇതുവരെ കരുതിയിരുന്ന പാവ നിർമ്മാണം അത്ര സിമ്പിൾ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ, സ്റ്റേ ട്യൂൺ.